നമസ്കാരം. ഹാസ്യനടനായി മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും സ്വഭാവ നടനായി മലയാളി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും ചെയ്ത താരമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. വളരെ ജാടകളൊന്നുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണയായി വളരെ നാടനായി നടനായി തീർന്ന നടൻ, കോഴിക്കോടുകാരൻ, പല്ലുകാട്ടി മലയാളിയെ ചിരിപ്പിക്കുന്ന ശ്രീ മാമുക്കോയ. ഇക്ക സ്വാഗതം. ഇക്കയുടെ ഈ പുഞ്ചിരി, ആ പുഞ്ചിരിയുടെ രഹസ്യം എന്താണ് ഇക്ക? പുഞ്ചിരിൻ്റെ രഹസ്യം അതിങ്ങനെ നല്ല ആളുകൾ കാണുമ്പോൾ പുഞ്ചിരിച്ചു പോകും. ഒരു രഹസ്യമല്ല, അതാണ് എൻ്റെ ഒരു പരസ്യം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കറിയാം ഗഫൂർ കാ ദോസ്ത്, സത്യനന്ദിക്കാട് സാറിന്റെ ആ ഒരു സിനിമയിലെ ആ ഒരു കോമഡി കഥാപാത്രം നമ്മുടെ മലയാള സിനിമയിലെ മോഹൻലാലിനെയും അതുപോലെ തന്നെ ശ്രീനിവാസനെയും ദുബായിലേക്ക് തള്ളിവിട്ട ഗഫൂർ കാ പ്രത്യേകിച്ച് സത്യനന്ദിക്കാട് സാറിന്റെ സിനിമകൾ, ആ സിനിമകളെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? സത്യനന്ദിക്കാടിൻ്റെ ആ സിനിമ എന്ന് പറയുന്നത് നാടോടിക്കാറ്റ്. അതിലത് ആ സിനിമ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ സീനിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ ദാസനും വിജയനുമാണ്. അവർ രണ്ടുപേരാ. ഞാനൊരു 3-4 സീനിലേ ഉള്ളൂ, പക്ഷെ അവരെക്കാൾ പേര് ആ സിനിമയിൽ കൊണ്ട് എനിക്കാ. കാരണം ഞാൻ ഇല്ലാത്ത സീനിലും അവര് ഈ ഗഫൂർക്കായെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഈ കഥാപാത്രത്തിന് അറിഞ്ഞും അറിയാതെയും വലിയ ബിൽഡപ്പ് വന്നിട്ടുണ്ട് അതിൽ. ആണ് ഗഫൂർക്ക ഈ ആളുകളെ മനസ്സിലാക്കാൻ നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല, ആ കഥയുടെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ഈ ഗഫൂറിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാം കൂടി ആളുകളെ മനസ്സിൽ പതിഞ്ഞു പോയതാണത്. അങ്ങനെ പഠിച്ചാന്റെ കൃപ ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കണേ. ഭഗവാനേ, ഈശ്വരാ രക്ഷിക്കണേ. നല്ല കാര്യത്തിന് പറ്റിയ നേരം പരവരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട, ചാടിക്കോളി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പണി കിട്ടി ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോ നമ്മളെ പുരയിലൊന്ന് വെറുതെ വരണം. പൊന്നും പൈസ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഗഫൂർക്കയാണ് ഞങ്ങളുടെ ദൈവം. നിങ്ങൾ രണ്ടും നമ്മളെ മക്കളാണ്. ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്. സാധാരണ ഹാസ്യ നടൻ എന്നുള്ള രീതിയിൽ